നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി സിമ്പിളായിട്ടൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോണത്. അത് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്കും വലിയവർക്കും കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടും ഇരിക്കും, അവർക്ക് നല്ല ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിനു വേണ്ടി ഞാൻ 2 നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിനി തോലൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കാം. തോലൊക്കെ കളഞ്ഞ് 4ആയിട്ട് നമുക്ക് മുറിക്കാം. ഇതേപോലെ 4ആയിട്ട് മുറിച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായി വന്നാൽ നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വന്നാൽ നമ്മൾ അരിഞ്ഞു വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി പഴം ഒന്ന് വഴറ്റിയെടുക്കാം. മക്കളെ, ഇത് ഉണ്ടാക്കണമെങ്കിൽ നേന്ത്രപ്പഴം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടുകളിൽ ചെറുപഴമോ റോബസ്റ്റ് പഴമോ ഇങ്ങനെ പഴുത്തിരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടും ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മക്കളെ, പഴം വെന്ത് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു മഞ്ഞ കളറായി വരും കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ നേന്ത്രപ്പഴം ഇപ്പം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർക്കണം. 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതുകൂടി നമുക്കൊന്ന് ഈ പഴത്തിൻ്റെ കൂടെ ഇട്ട് തന്നെ വറുത്തെടുക്കാം. ഇനിയിപ്പോൾ വറുത്ത റവയായാലും കുഴപ്പമില്ല, അത് വേണമെങ്കിലും ചേർത്തി കൊടുക്കാം. എന്നാലും ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇത് നമുക്കൊരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ റവ ഒന്ന് ചൂടായി ഒന്ന് വറന്ന് വരും. ഇപ്പം നമ്മൾ റവ ഇട്ട് കൊടുത്ത് ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റവയും പഴമും തമ്മിൽ നല്ല മിക്സായി റവയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം, ചിരകിയ തേങ്ങ. ഇനി ഇത് 1 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ ചെറിയ തീയിൽ വേണം വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. തേങ്ങയും പഴവും എല്ലാം പാടെ മിസ്സാകുമ്പോൾ വേഗം കരിയാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് 1 മിനിറ്റ് നേരം തീ കുറച്ചിട്ട് ഇളക്കാൻ പറഞ്ഞത്. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മളിപ്പോൾ 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി തേങ്ങയും പഴവും എല്ലാം പാടെ മിസ്സാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ വല്ലാതെ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മളിട്ട റവയൊക്കെ ഒന്ന് ഈ പാലിൽ കിടന്ന് വെന്ത് വരട്ടെ കേട്ടോ. പാൽ ഒഴിച്ച് വെച്ചിട്ട് തീ കൂട്ടമൊന്നും വേണ്ട, ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ പതുക്കെ റവ വെന്ത് വരുള്ളൂ. നല്ല തീ വെച്ചാൽ റവ വേഗം പാൽ വേഗം വറ്റുകയും ചെയ്യും, നമ്മുടെ റവ വേഗത്തുമില്ല. അപ്പോൾ ചെറിയ തീ ആവുമ്പോൾ പാൽ വറ്റുന്നിടത്തോളം റവ ഇങ്ങനെ വെന്തുകൊണ്ട് വരും. അപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ റവയൊക്കെ വെന്ത് പാലൊക്കെ വറ്റി നല്ല ഇതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് മധുരം, ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം. പഴത്തിൽ മധുരം ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തത്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക, അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പഞ്ചസാരയും പഴവും ഉപ്പും ഇതൊക്കെ പാടെ ഒന്നുകൂടി ഒന്ന് മിക്സായി വരട്ടെ. ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളിട്ട പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുമ്പോഴേ നല്ല അടിപൊളിയായി വരും കേട്ടോ. മക്കളെ, ഇതിൽ പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, ലേശം ശർക്കര പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ പഴത്തിലും തേങ്ങയിലൊക്കെ മധുരം ഉള്ളത് കൊണ്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പഴത്തിൻ്റെ മധുരം നമുക്ക് കിട്ടും. പിന്നെ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നുള്ളി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാവ്.
നമുക്ക് ഈ പഴത്തിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുന്നിൽ നിൽക്കേണ്ടത്. ഏലക്കപ്പൊടി തോനെ ഇട്ട് കൊടുക്കുക, ഏലക്കപ്പൊടിയുടെ മണമാണ് മുന്നിൽ വരിക. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു നുള്ള് ഏലക്കപ്പൊടിയെ ഇട്ട് കൊടുക്കാൻ പാടുള്ളെന്ന്. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. മക്കളെ, ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പം തന്നെ ഉരുട്ടിയാൽ നമ്മുടെ കൈ പൊള്ളിപ്പോവും. അപ്പം നമുക്ക് കൈക്ക് പിടിക്കാൻ മാത്രം ചൂടാറുന്നവരെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. മക്കളെ, നമ്മുടെ പഴത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ ചൂടുണ്ട്, എന്നാലും നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ചൂട് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പാക്കി എടുക്കാം. ഇനിയിപ്പോൾ മറ്റേ കട്ട്ലേറ്റിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ വടയുടെ ഷേപ്പോ അല്ലെങ്കിൽ ലവിൻ്റെ ഷേപ്പോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിതാ മക്കളെ മോഡലും കീടലൊന്നും ആക്കണില്ല. ഞാനിതാ ഉരുട്ടിയാണ് എടുക്കുന്നത്. കണ്ടില്ലേ? ഇതാണ് എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഉരുള. ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. നിങ്ങൾ ഉരുട്ടുമ്പോൾ ബോണ്ടയുടെ വലുപ്പത്തിലൊന്നും ഉരുട്ടണ്ട കേട്ടോ. ഇതേപോലെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലൊക്കെ ഉരുട്ടിയാൽ മതി. അപ്പോഴാണ് ഒരു സിമ്പിളായിട്ട് വരുള്ളൂ. എല്ലാതും ഞാൻ ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇതേപോലെ ഒക്കെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായ ചട്ടിയിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മക്കളെ, ഇത് പൊരിച്ചെടുക്കാനൊന്നുമല്ല, ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിച്ചെടുക്കണം. നമ്മൾ എല്ലാ സാധനവും വേവിച്ചിട്ടാണല്ലോ ഉരുട്ടിയത്, അതുകൊണ്ട്. ഇനി നമുക്കൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിലും നെയ്യും കൂടി ആകുമ്പോഴേ രണ്ടും കൂടിയിട്ട് നല്ല മണം വരും കേട്ടോ. ഇത് നെയ്യൊക്കെ ഉരുകി നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോന്നായിട്ട് പിറക്കിയിടാം. ഇനി നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ആട്ടി കൊടുക്കാം. അപ്പോൾ പിന്നെ എല്ലാ ഭാഗവും പാകത്തിന് മുരിഞ്ഞ് വരും കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. പിന്നെ നമുക്കിത് ഒന്നൊന്നായിട്ടെടുത്ത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പഴം കൊണ്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. അപ്പം മക്കളെ, നിങ്ങളെ വീട്ടുകളിൽ നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ കളയൊന്നും വേണ്ട. ഇതേപോലെ ഒരു സ്നാക്ക് ഉണ്ടാക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആളുകൾക്കും വളരെ ഇഷ്ടമാവും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. പഴം തോല് കൊണ്ട് കൈ കൊണ്ട് ഉരിക്കുകയൊന്നും വേണ്ടല്ലോ. വേഗം എടുക്കുക, കടിക്കുക, ചായ കുടിക്കുക, കഴിക്കുക. അത്രയേ ഉള്ളൂ പണി. ഇപ്പം ഞാൻ ചെയ്തപ്പോഴും വേഗം പണി കഴിഞ്ഞില്ലേ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.